പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ റാലി തൃശ്ശൂരിൽ നടക്കാൻ പോവുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പി.കെ. കൃഷ്ണദാസ്, ദേശീയ നിർവാഹക സമിതി അംഗം, നമുക്കിപ്പം ചേരുന്നു. നേരത്തെ യുവം സംഘടിപ്പിച്ചിരുന്നു, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇതിൽ പ്രധാനമായും എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? പ്രത്യേകിച്ചും തൃശ്ശൂർ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് ബി.ജെ.പിക്ക് അനുകൂലമായി, എൻ.ഡി.എക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായിട്ട് തൃശ്ശൂർ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചുള്ള ഈ മഹിളാ റാലിയുടെയും അതിന് മുൻപ് നടക്കുന്ന റോഡ് ഷോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുൻപൊക്കെ തിരുവനന്തപുരമായിരുന്നു ബി.ജെ.പിയുടെ കേരളത്തിലെ ഒരു ഹൈലൈറ്റ് മണ്ഡലം. അതിപ്പോൾ സ്വിച്ച് ചെയ്ത് തൃശ്ശൂരിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമൊക്കെ ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? അണിയറയും ബി.ജെ.പിക്ക് ഏറ്റവും വേരോട്ടമുള്ള തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യമൊന്നും കുറയുന്നില്ല. തിരുവനന്തപുരത്തോടൊപ്പം തൃശ്ശൂരും എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ നൽകുന്ന സന്ദേശം. ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലുമുള്ള സൂചനകൾ പ്രധാനമന്ത്രി നൽകുമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, അതൊക്കെയാണല്ലോ ഇപ്പോൾ പ്രധാനമായും ഹൈലൈറ്റ്. അത് നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ചില വ്യവസ്ഥകളുണ്ട്. ചുവരെഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലൊക്കെ. അല്ലെ, നേരത്തെ ഒരു സുരേഷ് ഗോപി ഡയലോഗ് പറയാറുണ്ട്, തൃശ്ശൂർ ഞാനങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്നത്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്, അതിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും യുവത്തിന് ശേഷം ഇപ്പോൾ മഹിളാ സംഗമം കൂടി നടത്തി ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു കേളികൊട്ടാണ് ഈ പരിപാടി എന്നതാണ് ബി.ജെ.പി നേതൃത്വം നൽകുന്ന സൂചനകൾ. ക്യാമറമാൻ മൽഘോഷിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.